ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ എവിക്ഷൻ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും പൊതുവെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇത് ആദ്യത്തെ വീക്കല്ലേ, അപ്പൊ എന്തായാലും എവിക്ഷൻ ഉണ്ടാവില്ല, മിക്കവാറും ആരും പോവില്ലെന്നൊക്കെയാണ്. പക്ഷെ എന്തായാലും ഒരാൾ എവിക്റ്റ് ആയി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ ഒരു എവിക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ പോയ ആൾക്കും കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ മൊത്തം കണ്ടസ്റ്റൻസിന് ഒരു ഇമോഷണൽ ഇതായിട്ടുണ്ടായിരുന്നു ആ ഒരു എവിക്ഷൻ നടന്നത് കൊണ്ട്. പക്ഷെ എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ആ ഒരാള് ആ വീടിന് ഇപ്പൊ പുറത്തിറങ്ങാൻ എന്താ പറയാ ഒരു എവിക്റ്റ് ആവണമെന്നുണ്ടായില്ല. വേണമെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ആളുടെ പെർഫോമൻസും കാര്യങ്ങളും നോക്കിയിട്ട് എവിക്റ്റ് ആയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ വോട്ടിന്റെ ഇതിലാണ് എല്ലാം. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നിങ്ങളും വോട്ട് ചെയ്യണം. എന്തായാലും ആ ആള് ഇപ്പോ ഫസ്റ്റ് വീക്കിൽ തന്നെ എവിക്റ്റ് ആവാൻ ഡിസേർവിംഗ് അല്ല. കാരണം വേണം എന്ന് വെച്ചാൽ ഒരു തീപ്പൊരി ആകാൻ കേപ്പബിൾ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തായാലും പുറത്തു പോയത്. ആരാണ്, എന്താണ്, എങ്ങനെയാണ് എവിക്റ്റ് ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ ഇന്ന് എടുത്തു പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഓൺലൈനിൽ കൂടെ സസ്പെൻസ് പൊളിക്കരുത്, അത് ഷോയിനെ നന്നായിട്ട് ബാധിക്കും. അത് സത്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ പല ചാനലിൽ കൂടെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ആരായിരിക്കും ആ വ്യക്തി എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫെയർ ആണോ അൺഫെയർ ആണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മള് ഈ കാണുന്ന വ്യൂവേഴ്സ് ആണ് ഓരോരുത്തരും വോട്ട് ചെയ്ത് ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം കണ്ടന്റ് കൊടുക്കുന്നവരെ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കണ്ടന്റ് കൊടുക്കുന്നവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം. ഇല്ലെങ്കിൽ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഷോ വളരെ ബോറായിരിക്കും. നമ്മൾ ശരിയാണ്, നെഗറ്റീവ് ആയാലും കുറെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ പക്ഷെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ആൾക്കാരെ നമ്മൾ ആദ്യം തന്നെ അവര് നെഗറ്റീവാണ്, അവര് ചൊറിയനാണ് എന്നൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിന്നെ കാണാൻ വലിയൊരു സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓണവില്ലൊക്കെ മീട്ടി വീട്ടിലിരിക്കുന്ന സ്കീമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക. അപ്പൊ ആരാണ് ആ എവിക്റ്റ് ആയ ആളെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാളെ വരെ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.